ഇതാര വന്നേണേ നോക്കി. ഇന്നലെ വരെ മാൻഡ്രേക്കായി നമ്മുടെ ഗബ്രു അല്ലേ ഇത്. ഇന്ന് മുഖത്തെന്താ ഗബ്രു ഒരു ഗ്ലോ? ഒന്നല്ല രണ്ടല്ല 7 എണ്ണം. 7 ഗോളൊക്കെ അടിച്ച ആർക്കായാലും ഗ്ലോ വരും അല്ലെ ഗബ്രു? ഗ്ലോ അല്ല, ജർമ്മനിയുടെ പവർ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ശാന്തത നിങ്ങൾ അവസാനമായി കണ്ടെന്ന്. പഴയ മാൻഡ്രേക്ക് ഗബ്രു അല്ലേ. ലോകം ഭയന്ന ഹിറ്റ്ലറുടെ ഫുട്ബോൾ ലോകം ഭയക്കുന്ന ഏകാധിപതികൾ. ഈ ജർമ്മൻ പട അങ്ങ് അമേരിക്കയിലേക്ക് കപ്പൽ കയറിയിട്ടുണ്ടേ അത് ചുമ്മാ പോവാനല്ല, കപ്പ് കൊണ്ടുപോവാനാ. 7 ഗോൾ അടിച്ചപ്പോഴേക്കും ഗബ്രുവിന്റെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് മാറി. ഇത് കോൺഫിഡൻസ് അല്ല മോനെ, ഞങ്ങളുടെ അഹങ്കാരമാണ്. നീ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കുഞ്ഞൻ ടീം കുറസോവയിലല്ലേ നിങ്ങൾ തോപ്പിച്ച? സ്കോർ ബോർഡ് നോക്കളിയാ, ഒപ്പോസിഷൻ നോക്ക്. വെറും 1.5 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ആ കുഞ്ഞൻ ടീമിനെ തോപ്പിച്ചിട്ട് വീമ്പ് പറയാൻ നാണില്ലടാ ഗബ്രു. ഗോൾ അടിക്കാൻ ഞങ്ങൾ ഒപ്പോസിഷൻ നോക്കാറില്ല. നിന്നോടത് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അത് ശരിയാ, നിങ്ങൾ ഒപ്പോസിഷൻ നോക്കാറില്ല. ഈ ബ്രസീലിന് 7 അടിച്ചു കൊടുത്ത ടീമല്ലേ നിങ്ങൾ? അത് നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ പറയണേ? മറക്കാൻ സാധിക്കാത്ത ദിവസം അല്ലയോടാ. അതൊക്കെ പഴയ കഥയാണ്, അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കെന്നും പഴയത് പറയണമെന്നല്ല ഇഷ്ടം. നീ ഹിസ്റ്ററിയുടെ ആളല്ലേ. ബാസ്റ്റിനെ ഈ വർഷത്തെ ഗബ്രു നീയാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവര് സൂപ്പറായിട്ട് ജയിച്ചു, നിങ്ങൾ സമനിലല്ല. അതെ, നമുക്ക് വെറുതെ പഴയ കാര്യം പറഞ്ഞ് സമയം കളയണോ ഗബ്രു? നമുക്ക് ജർമ്മനിയുടെ വിക്ടറി 7-1 മനോഹരമായ ജയം ആഘോഷിച്ചൂടെ? എന്നാ കുഴപ്പമില്ല, അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആഘോഷിച്ചാൽ മതി. പിന്നെ ഞങ്ങക്ക് വേറെ പണിയില്ലല്ലോ. ഇന്ന് വരെ ഈ ലോകകപ്പിൽ ആരും സ്കോർ ചെയ്യാത്ത 7-1 മിന്നും വിജയം. അളിയ, ഈ അർജന്റീന കുറസോവയെ നേരിട്ടപ്പോ ഞങ്ങൾ 7-0 ജയിച്ചത്. അത് നീ മറക്കരുത്. പിന്നെ 7-1 കാര്യം അത് ഞങ്ങളുടെ കളി കഴിയുന്നത് വരെ മാത്രം. ചിരിപ്പിക്കാതെ പോടേ. ഭാഗ്യം എന്റെ പേര് മറന്നു. അതൊക്കെ പോട്ടെ, ഇന്നത്തെ കളി കണ്ട? സ്പെയിന്റെ കളിയല്ലേ? ലോക മാപ്പ് എടുത്തു നോക്കിയാൽ കാണാത്ത അത്ര കുഞ്ഞനൊരു രാജ്യം കാപ്പെ വെർഡെ. 5.5 ലക്ഷം പോപ്പുലേഷൻ. കാപ്പെ വെർഡയുടെ കളിക്കാരെക്കാലം ബോൾ തൊട്ടത് 40-കാരനായ അവരുടെ ഗോൾ കീപ്പർ ബൊസീനിയാണെന്ന്. ഡിഫൻസ് മോശമായതുകൊണ്ടൊന്നല്ല കേട്ടത്. പന്ത് എവിടെ നിന്ന് വന്നാലും അവന്മാർ അടിച്ചു കളയും. ഫിഫയിൽ 2ാമത് കിടക്കുന്ന ടീമിനെ സമനിലയിൽ കുരുക്കി കേപ്പ് വെർഡെ നേടി അവരുടെ ആദ്യ വേൾഡ് കപ്പ് പോയി. ബോൾ സ്പെയിന്റെ കാലിൽ, പോയിന്റ് കേപ്പ് വെർഡയുടെ പോക്കറ്റിൽ. സ്പെയിൻ ഫാൻസ് പറയണത് കേൾക്കണം. ആക്ച്വലി ഫുട്ബോൾ ഈസ് നോട്ട് അബൌട്ട് ഗോൾസ് എന്നല്ലേ? അത് തന്നെ. ഇപ്പോഴും ജർമ്മനിയാണ് ടോപ്പ് സ്കോറർ അല്ലെ? ഒരു മാച്ച് അല്ലേ കഴിഞ്ഞുള്ളൂ, അതും വേൾഡ് കപ്പ് മാച്ച് കഴിഞ്ഞിട്ടളിയാ. കാത്തിരുന്നോ ഗബ്രു? ഇന്ന് ഞങ്ങളുടെ അർജന്റീന ഇറങ്ങുന്നുണ്ട്. ഫ്രാൻസും ഇന്ന് ഇറങ്ങും കേട്ടോ. പോർച്ചുഗലും ഇറങ്ങും. അളിയാ പൊറിഞ്ചു, നിങ്ങൾ പോർച്ചുഗലിന്റെ കളി നാളെ രാത്രി 10:30-ക്കാണ്. നിങ്ങൾക്ക് സമയം തരാം. ഇതിപ്പോ ഞങ്ങളുടെ സമയം. മിണ്ടാണ്ടി എന്നൊക്കെ നിങ്ങൾ കണ്ടിന്യൂ. പിന്നെ ഈ അൾജീരിയനെ അത്ര ചെറിയ ടീമായിട്ട് കാണണ്ട. ഈ വേൾഡ് കപ്പിൽ ചെറിയ ടീം വലിയ ടീം അങ്ങനെയൊന്നുമില്ല. വേൾഡ് കപ്പ് ജർമ്മനി 7-1 മറ്റവരെ തോപ്പിച്ച ശേഷം നീ എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത്, ചെറിയ ടീമില്ല ചെറിയ ടീമില്ല. എടാ സേവനപ്പേ, ഫസ്റ്റ് കളി സമനിലല്ലേ? അടങ്ങിയിരി. വേറൊരു കാര്യം, ഇന്നലെ സൗദിയുടെ കളി ഉണ്ടായി. അളിയ ഫ്രാൻസിസേ, കഴിഞ്ഞ വർഷം ഫൈനലിൽ ഞങ്ങളോട് തോറ്റത് നിങ്ങൾ തന്നെയല്ലേ? അന്ന് നിങ്ങൾ ഒഴുക്കിയ കണ്ണീർ പുഴയുടെ കാര്യം ഞാനിപ്പോ ഓർമ്മിപ്പിക്കണോ? കലിയുഗത്തിൽ വിശ്വം കീഴടക്കിയതിനോട് പഴങ്കഥയുമായി വരല്ലേ. ഇത് കിരീടം നേടിയ രാജാവിന്റെ കഥയാണ്. നിങ്ങളുടെ കിരീടം ആ അൾജീരിയ അടിച്ച് താഴെയിടാതെ നോക്കിക്കോ. അൾജീരിയയുടെ കാര്യമൊക്കെ ഞങ്ങളുടെ മെസ്സിയും പിള്ളേരും നോക്കിക്കോളും. നിങ്ങൾ സെനഗലിനോട് തോക്കാണ്ട്. എംബാപ്പെ ഉള്ളപ്പോ അർജന്റീന വരെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഈ സെനഗലി. 2002 വേൾഡ് കപ്പിലെ സെനഗലിനോട് തോറ്റൊരു ചരിത്രം ഫ്രാൻസിനുണ്ട്. അന്ന് എംബാപ്പെ ഉണ്ടായിരുന്നില്ലല്ലോ. എംബാപ്പെ ഉണ്ടെങ്കിൽ ഇപ്പൊ മറച്ചേനെ. ഓവർ കോൺഫിഡൻസ് ഡേഞ്ചറസ് ആണ്. ഈ ബാസ്റ്റിന് ഇരിക്കുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കേണ്ട ഒരു നാളെ. ഓവർ കോൺഫിഡൻസ് അല്ല ശരത്തെ, ഫ്രാൻസിന്റെ കോൺഫിഡൻസ്. ഡിഫൻഡർമാർ ഓടി തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ എതിരാളികളുടെ ഗോൾ പോസ്റ്റിൽ ഫ്രഞ്ച് കിസ് അടിച്ചിരിക്കും. സെനഗൽ പ്ലേയേഴ്സ് നിങ്ങളെ ഫ്രഞ്ച് അടിക്കാണ്ട് നോക്കിക്കോ, അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഇന്നാണ്ടിടാ സമനിലക്കാരാ. കലിയുഗത്തിൽ അധർമ്മം വിളയാടുമ്പോൾ, പ്രപഞ്ചം അന്ധകാരത്തിൽ ആഴുമ്പോൾ അവിടെ മിശിഹായും പിള്ളേരും അവതരിക്കും. ഞങ്ങൾക്ക് മുന്നിൽ ചെറിയവരോ വലിയവരോ ഇല്ല. കാരണം ഇത് കിരീടം നിലനിർത്താൻ വരുന്ന രാജാവിന്റെ കഥയാണ്. ഖത്തറിൽ അത്തർ വാങ്ങിപ്പോയവർ അമേരിക്കയിലെത്തിയിട്ട് കാര്യമില്ല. ഇത്തവണയും മിസിയായും പിള്ളേരും കപ്പും കൊണ്ടേ പോവും. എന്നാ നിങ്ങൾ കൊണ്ടേ പോവും. 3ാമത്തെ ഫൈനൽ ലക്ഷ്യമിട്ട് ഫ്രാൻസും ഉണ്ട്. നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ആ കിരീടം തിരിച്ചു പിടിക്കാൻ. എന്നെ മുന്നളിയ വീരം പറയാനൊന്നും ഞങ്ങളില്ല. കാരണം ഞങ്ങൾ കാണിച്ച മാസം ഒന്നും വേറെ ഒരുത്തനും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കാനും പോണില്ല. അതെ, മതി മതി നിർത്ത്. എന്തത് മലയാളം നീ കണ്ടു? എന്റെ പൊന്നു ശരത്ത്, നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഇത് എവിടെ നിന്ന് വരുന്നു? ഞങ്ങള് മിസിഹായുടെ ഫാൻസാ, കോൺഫിഡൻസ് താനേ വരും. എന്നാ ഞങ്ങൾ എംബാപ്പെ ഫാൻസാ. ജർമ്മനി 7-1 വെച്ച് സ്പെയിൻ പോയിന്റ് ഷെയർ ചെയ്തു. ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമും ജയിച്ചിട്ടില്ല. ഇന്ന് ജയിച്ച് അർജന്റീന 3 പോയിന്റ് സ്വന്തമാക്കും. സെനഗലിനോട് പ്രതികാരം ചെയ്ത് ഫ്രാൻസും സ്വന്തമാക്കും 3 പോയിന്റ്. നാളെ നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ പോലത്തെ കോൺഫിഡൻസ് ഉണ്ടാവാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അൾജീരിയ സെനഗൽ വെയിറ്റിംഗ് ആണ്. ഫാൻ ഫൈറ്റ് നാളെ തീ പിടിക്കും. ഞങ്ങൾ മിസിഹായും പിള്ളേരും റെഡി, എംബാപ്പെ റെഡി, വേൾഡ് കപ്പ് റെഡി, ഫാൻ ഫൈറ്റും റെഡി.